പത്മനാഭയ്യരെ സ്വർണവുമായി പിടിച്ചു എന്ന് പറയാനാണോടോ താൻ കസ്റ്റംസിലിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ് പെട്ടു? പട്ടര് സ്വർണ്ണമായി വരുന്നുണ്ടെന്ന് അരവിന്ദാക്ഷൻ ആരോ ഇൻഫർമേഷൻ കൊടുത്തു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും അവൻ അയാളെ വിട്ടില്ല. വിട്ടില്ല എന്ന് പറയാൻ എളുപ്പമാ. മദ്രാസിലിരിക്കുന്ന കാളിയപ്പാജിയോടെ സമാധാനം പറയേണ്ടത് താനല്ല, ഈ ഞാനാ. അതല്ല ചേട്ടാ, നമ്മൾ ഇത്രയും സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്ത കാര്യം അതെങ്ങനെ ലീക്ക് ഔട്ടായി? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകൊടുത്തിരിക്കാൻ വഴിയില്ല. ആരായിരുന്നു ഇൻഫോർമർ? അറിയില്ല ബ്രിട്ടോ. അറിയില്ല എന്ന് പറയാനല്ല, തനിക്ക് മാസാമാസം കിമ്പിള് എണ്ണി തരുന്നത്. കണ്ടുപിടിക്കണം. എനിക്ക് നോ എന്ന ഉത്തരം ഇഷ്ടമല്ല. ഇനിയിപ്പോ പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് ഒരുപാട് റഷീദേ. അതെന്താ? അതല്ല, ആ പട്ടരോ എല്ലാം പറഞ്ഞ് അരവിന്ദാച്ചൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അയാൾ കമാന്ന് ലക്ഷം പറഞ്ഞില്ല. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും പുതിയൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഒട്ടും ശരിയായില്ല. പട്ടരുടെ ആദ്യത്തെ ഓപ്പറേഷന് അതും ചീറ്റി. ടേക്ക് ഇറ്റ് ഈസി ഡാനി. ഒന്ന് കാണാതെ ബ്രിട്ടോ മറ്റൊന്ന് ചെയ്യില്ല. എന്തായാലും പട്ടര് കസ്റ്റംസ് കസ്റ്റഡിയിലിരിക്കുന്നത് അപകടമാണ്. ഒരു കാര്യം ചെയ്യാം, അങ്ങ് തട്ടിക്കളാ. അത് കൊള്ളാം. കേസ് അരവിന്ദാക്ഷന്റെ പേരിലായിക്കൊള്ളും. ലോക്കപ്പ് മർദ്ദനം എങ്ങനെ? അത് വേണ്ട. പട്ടര നമുക്ക് ഇനി ആവശ്യമുണ്ട്. ആരെ കൊല്ലണം കൊല്ലണ്ട എന്ന് തീരുമാനിക്കേണ്ടതേ അപ്പാജിയാണ്. തൽക്കാലം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. ഹലോ ഹലോ. അടുത്ത ആഴ്ച വേറെ പരിപാടിയുണ്ട്, അവരെ അറിയിക്കാം. ഓക്കെ ഓക്കെ, ഡൺ. സീ യു. ഓക്കെ, ബൈ ബൈ. സാധനം അലക്സിന്റെ കയ്യിൽ എത്തിക്കുന്നവരെ ടെൻഷനായിരുന്നു. ടെൻഷൻ അടിച്ചതിന്റെ ചിക്കിലി കിട്ടിയില്ലടാ. റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്റെ വാപ്പ ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്, എന്നിട്ട് എവിടെ രക്ഷപ്പെട്ടത്? കുറച്ചൊക്കെ ഭാഗ്യവും കൂട്ടിലുണ്ടാവണം. ഭാഗ്യം. ഞാൻ വാപ്പയെ പോലൊരു കള്ളക്കടത്തുകാരനാകരുതെന്നായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന. പാവം ഉമ്മയും കാണുന്നറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാവും. എന്റെ പെങ്ങളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച കഴുത്തറക്കുന്ന സ്ത്രീധനമാ ചോദിക്കുന്നേ. ചന്തയിൽ മാടിനെ നിർത്തി വില പേശുന്ന പോലെ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ ഈ പണി ചെയ്യുന്നേ. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള ഞാനിന്മേൽ കളി. നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരുടെയും ഗതി. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നം. ഇവിടെ ആരും കള്ളക്കടത്തുകാരനായി ജനിക്കുന്നില്ല. സാഹചര്യം അവനെ അങ്ങനെ ആക്കി തീർക്കുന്നു. പെങ്ങന്മാർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരു ചാൻ വയറിനു വേണ്ടിയും. ആ കുപ്പായം നമ്മളും ധരിച്ചു. അത് ഉപേക്ഷിക്കാൻ കർത്താവ് എപ്പ പറയുന്നുവോ അപ്പ ഞാൻ റെഡി. ആ, നമ്മുടെ കാര്യം വിടറ. ജമീലയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഈ മാർച്ചിൽ 20 തികയും. എന്റെ റീനമോൾക്ക് 19 കഴിയും. അച്ഛനും അമ്മയും കാർ ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം അവളുടെ എല്ലാം ഞാനായിരുന്നു. ജമീലയ്ക്ക് ഞാൻ ഒരു നിക്കാഹ് ആലോചിച്ചിരിക്കുക. ചന്തക്കടവിൽ ഒരു സ്പെയർ പാർട്സ് കടയാ പയ്യന്. എങ്കിലിത് പ്രൊസീഡ് ചെയ്യാം. ജമീലയുടെയും റീനമോളുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാടാ? ഫ്രീ ബേർഡ്സ്. ആകാശത്തിലെ പറവകളെ പോലെ പറന്നു പറന്ന്. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പിടിച്ചു. റോണി, റോണിയേ, റോണി. ആ കുട്ടി, റോണി എവിടെ? റോണിച്ചാൻ ഇപ്പോഴൊന്നും നേരം വെളുക്കില്ല. അവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? എങ്ങനെ എണീക്കാനാ? പറ്റിയ പാർട്ടിയല്ലേ കൂട്ട്. രാവിലെ ചൂടാവാതെ കാര്യം പറ. ഒന്നുമില്ലെന്നേ. ഇന്നലെ ഫുൾ ഫോമിലായിരിക്കും ലാൻഡ് ചെയ്തല്ലേ? അയ്യടാ, ഒരു ഇന്നസെന്റ് ബേബി. ഇവിടുന്ന് ജമാലിക്ക റോണിച്ചാനെ വിളിച്ചോണ്ട് പോയപ്പോ 2 കാലയിലായിരുന്നു. പക്ഷെ വന്നത് 4 കാലയിലാ. അള്ളാഹ് ഞാൻ അറിഞ്ഞില്ല. നീനക്കറിയാലോ, നമുക്ക് മദ്യ ആറാമാണ്. ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ ശരിയാവില്ല. ഞാൻ അവനെ ഒന്ന് ഉപദേശിക്കാം. റോണി, എഴുന്നേക്കാം. എന്താടാ ഇത്? എന്തൊരു ഉറക്കോടാ ഇത്? വെളുപ്പാൻ കാലത്ത് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. മണി 10:30 നോക്ക്.
കസ്റ്റംസ് ഓഫീസർ അരവിന്ദാഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. പിടിക്കട്ടടാ, അതിനല്ലേ സർക്കാർ അയാളെ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നത്. അതല്ലടാ, നീ അയാൾക്കല്ലേ ഒരു പട്ടരെ ചൂണ്ടിക്കാണിച്ചത്. അത് ഇതുമായിട്ട് എന്ത് ബന്ധമാടേ? അയാളുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചത്. ആ നേരാണോ? ഇതിന്റെ 20%, അതായത് 20 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ദൈവം നമ്മുടെ ഭാഗത്താടാ. ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം നിർത്താനുള്ള ഏറ്റവും നല്ല ചാൻസ്. നമ്മളിവിടെ ഒരു കലക്ക് കലക്കൂടാ. ആഹാ, ഉപദേശിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? എന്തിനാടാ കള്ളു കുടിച്ച് ചാവുന്നതെന്ന് ഞാൻ പല ടൈപ്പിൽ ഉപദേശിക്കായിരുന്നു. ഇതൊരു പുതിയ ടൈപ്പാ. ഉം, ഉം. പക്ഷെ ഇത് വിജയിക്കും കേട്ടോ. ആ അരവിന്ദാക്ഷൻ കാല് വാരുവോടെ? മന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക്. എടാ, ഇയാളെന്താ ചാവാൻ അമേരിക്കയിൽ പോണ്? കോഴിക്കോടോ കുണ്ടോട്ടിയോ മലപ്പുറോ എവിടെ വേണമെങ്കിലും പോവാലോ. മന്ത്രി ചവാൻ അമേരിക്കയിലേക്ക്. അച്ചടി പെശകേ. വയറ്റിലുള്ള പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ആര് കേട്ടാണ് വയറ്റിലുള്ള പെണ്ണിന്? ആ, കുവൈറ്റിലെ പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ഓഹോ, പടവാളിൽ നാളെ അടിക്കാനുള്ള ന്യൂസ് ചുരണ്ടിയായിരിക്കും അല്ലേ? എടാ മോനെ വിൽക്കുന്ന എന്താ? നിങ്ങൾ വന്നേ വാ. ചായ. ഏ? എടാ മോനെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? പച്ച മലയാളമല്ല, പഴുത്ത മലയാളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ഈ മലയാളം ഉണ്ടല്ലോ, എനിക്കെന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവില്ല. എന്റെ പേര് ഇങ്ങനെയല്ലേ പറയുന്നത്? താനും കണക്കാ, തന്റെ ഈ പത്രവും കണക്കാ. എടാ, പടവാളിൽ ഒരു പത്രത്തിന്റെയും മെച്ചിലെടുക്കേണ്ട ആവശ്യമില്ല. പടവാളിൽ നിന്നും മറ്റുള്ളവർ ചുരണ്ടുകയുള്ളൂ. അത് മനസ്സിലായി. നമ്മളല്ലേ ചീഫ് എഡിറ്റർ? ഊതല്ലേ എന്തോ ഊതല്ലേ. ഓ, എടാ, ഉം. എന്റെ പത്രത്തിൽ ഏത് ന്യൂസ് കൊടുക്കണം, ഏത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. ഓ. അത് നീയല്ല. ആ. പിന്നെ എന്റെ പത്രപ്രവർത്തനത്തെ നീ കൈകടത്തരുത്. നീ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ഉറക്കം തൂങ്ങിയാ മതി. ഉറക്കം നോക്കാൻ റിസപ്ഷനിൽ പോയിരിക്കണമെന്നൊന്നുമില്ല. തന്റെ ഈ പത്രം ഒരു തവണ വായിച്ചാ മതി. എടാ, എന്റെ പത്രത്തെ പറ്റി പറഞ്ഞു കളിച്ചാലുണ്ടല്ലോ ഉം. എന്റെ പഴയ സ്വഭാവം വരും. ചെറ്റ 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 സ്വഭാവം ചെറ്റ്. പുകഴ്ത്തല്ലേ, ഏ? സ്വയം പുകഴ്ത്തല്ലേ. എടാ, തെണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ. എടാ തെണ്ടി, അടിച്ചിട്ട് എന്റെ മുഖത്തിൽ ഷേപ്പ് ഞാൻ മാറ്റൂ. എന്നെ അടിച്ച് ഷേപ്പ് മാറ്റണോ? ഇതെന്താ ഇങ്ങനെ? എന്ത്? ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ? അല്ല, ആളുകൾ ഇങ്ങനെ കറങ്ങി അത് ഞാൻ കറങ്ങിയാണോ? പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുവാ. അതിനു മുമ്പുള്ള ഒരു പ്രാക്ടീസാ. അത് ശരി. തനിക്കിപ്പോ എന്താ വേണ്ട? ഈ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ അയ്യോ മരിച്ചോ? എപ്പോ മരിച്ചോ? എപ്പോ? അല്ല, നിങ്ങളല്ലേ ഇങ്ങനെ ഹ, അങ്ങേര് മോളിൽ താമസിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാളാണല്ലോ മനുഷ്യന് ഇതും പറയുന്നോടാ. ഓ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്ന് കള്ള ന്യൂസ് ഉണ്ടാക്കുന്നു. പേരും കള്ള. ഹലോ മിസ്റ്റർ റോജപ്പൻ. മിസ്റ്റർ, നിങ്ങളെ തന്നെ ഇരിക്കണം. ഓ റോജപ്പൻ, ഞാനങ്ങ് മറന്നുപോയി. സ്വന്തം പേര് മറക്കുകയോ? എന്താണെന്ന് അറിഞ്ഞില്ല, ഈയിടെയായിട്ട് സ്വന്തം പേര് മറന്നു. അതൊരു പുതിയ രോഗം, അമ്നീഷ്യ. ആ. വൈദ്യവേ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ ടീ? ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ടാ വന്നത്. നിങ്ങൾ കാരണം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാ. ആ പട്ടര കണ്ടാ തോന്നില്ല അയാളുടെ അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. ആ. 1 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ സാറ് പിടിച്ചത്? അതെ, അത് പിടിക്കാൻ സഹായിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ എപ്പ കിട്ടും? അതൊക്കെ സർക്കാർ കാര്യമല്ലേ, അതിന്റേതായ സമയം എടുക്കും. സംഗതി പിടിച്ചു കഴിഞ്ഞാ ആ കാശ് ചെന്നാൽ എന്താ? അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഉടനെ എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. എന്ത്? ആ തുക കൂടി 5-6 മാസം ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? നോ നോ നോ. മറ്റോമാരങ്ങനെ പറഞ്ഞ തല പോന്ന കേസാ. പിന്നെ കാര്യം കഴിഞ്ഞാൽ കാശിന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സാറേ. 1-2 രൂപയല്ലല്ലോ മിസ്റ്റർ റോജപ്പൻ, 20 ലക്ഷമല്ലേ, കുറച്ച് കഷ്ടപ്പെടണോസേ. ഓഹോ, കഷ്ടപ്പെടാതെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും ഇതുപോലെ പല പല വിലപ്പെട്ട ഇൻഫർമേഷനുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇൻഫോം ചെയ്തിട്ടുള്ള പല കേസുകളും പിടിച്ച് അതിന്റെ കെയർ ഓഫിൽ പ്രൊമോഷൻ കിട്ടിയാണ് സാറിന്റെ സീനിയർ ഓഫീസേഴ്സ് പലരും ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. സാറിനെയും അങ്ങനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ സോറി, ഞാൻ അവരെ ആരെങ്കിലും കണ്ട് കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. അല്ല റോജപ്പൻ പോരുത്, പിണങ്ങണ്ട. ഞാൻ മിസ്റ്റർ റോജപ്പന്റെ കാര്യത്തില് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ശരിയാക്കാം. ശരിയാക്കാന്ന് പറഞ്ഞാൽ എത്ര നാൾ പിടിക്കും? അതൊരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. 3-4 മാസം. കുറച്ച് കുറയട്ടെ. 3 മാസം. കുറച്ചുകൂടെ കുറയട്ടെ. ഇനി കുറയില്ല. ഓക്കെ, 2 മാസം ഫിക്സ്. ഉം. ഞാൻ കൂടെ വന്ന് തുകയുടെ കാര്യം ഓർമ്മിപ്പിച്ചോളാം. പോകാൻ പറ്റട്ടെ. അതെ, നമ്മളും ഇത്രയും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള ഇൻഫർമേഷൻസ് എന്റെ സീനിയേഴ്സിന് കൊടുക്കണമെന്നില്ല. എനിക്ക് തന്നെ എന്നാ മതി. തീർച്ചയായും സാർ എനിക്ക് തരുന്ന തുകയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഞാൻ സാറിന് തരുന്ന ഇൻഫർമേഷന്റെ സ്പീഡും. ഉം. അതിരിക്കട്ടെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു മിസ്റ്റർ റോജപ്പൻ? അത് പറയാൻ പാടില്ല. എന്റെ പേര് റോജപ്പൻ എന്നല്ല,
റോണി വിൻസെന്റ്. എന്താ ജോലി? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ പല പല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരനെന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു മാത്രം. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. ഒരു രാജ്യസ്നേഹിയുടെ എളിയ കടമ മാത്രം. ഓക്കെ, കാണാം. വഴിതെറ്റി ഇതുവഴി മറന്നു. വീണ്ടും അംനേഷ്യ. ഹോ, ആ, ഇത് തന്നെയാണ് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്. സാർ, ഇവിടെ ആരും ഇല്ലേ? താങ്ക് യു. അരവിന്ദാക്ഷൻ സാർ? ഓഹോ, അരവിന്ദാക്ഷൻ കൊടുത്തയച്ചാണല്ലേ? അപ്പൊ നിങ്ങളല്ലേ അരവിന്ദാക്ഷൻ സാറ്? അത് ഞാനല്ല. പിന്നെ അരവിന്ദാക്ഷൻ മരിച്ചു. മരിച്ചോ? മരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഒരാൾ കുറച്ച് നേരത്തെ വന്ന് വെപ്പോണ്ട് പോയേ ഉള്ളൂ. അങ്ങേര് പച്ച ജീവനുടെ മുകളിൽ ഇരിപ്പുണ്ട്. എന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? നേരത്തെ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? പാടോ. ചെറുക്കനെ സ്വീകരണം കൊടുക്കാൻ പറ്റിയ ഒരു ചളക്ക് എന്താ കൊടുത്താൽ? ഇന്നലെ വരെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത അരവിന്ദാക്ഷൻ സാറിന്റെ സ്റ്റാറ്റസ് ഉയർത്തി ആരാന്നറിയോ? ഈ ഞാൻ. എന്റെ പടവാൾ. ഇങ്ങടുത്തു വാ. എന്റെ അടുത്തൊട്ടി നിന്നാൽ നിന്നെയും 10 പേരെ കൊണ്ട് സ്വീകരണം തരാനുള്ള ഒരു അവസ്ഥ പടവാൾ വഴി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ ചപ്പടാച്ചടിക്കാതെ വിശ്വാ. ഇന്ന് വരെ തന്റെ കൊടുവാൾ പടവാൾ എന്തു ആളായാലും 10 കോപ്പി തികച്ചു വിറ്റ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? എടാ, എന്റെ പടവാളിനെ തൊട്ട് കളിച്ച് നോക്ക്, നിന്നെ കളി പഠിപ്പിക്കും. എന്നെ കളി പഠിപ്പിക്കണോ? തൽക്കാലം പഠിച്ചോ? കൺഗ്രാചുലേഷൻ. ഓ, താങ്ക് യു. ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു. സോറി, ഇപ്പൊ ടൈമില്ല. സാർ പ്ലീസ്. സാർ ഇന്നലെ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചില്ലേ? ഓ, പിടിച്ചു. നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നവരാണെങ്കിൽ ഓഫീസിലേക്ക് വരും. ഓഫീസിലേക്ക് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല സാർ. ആരാണ് ഇൻഫർമേഷൻ തന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളകം പൊയ്ക്കോളാം. അത് പുറത്തു പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ സീക്രട്ട്. പുറത്താരോടും പറയണമെന്നില്ല സാർ. ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് അവനെയാണ്, ആ ഇൻഫോർമറെ. സാറ് പറയുന്നോ അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? എന്നെ വെരട്ടി ഇൻഫോർമർ ആരാണെന്ന് അറിയാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. അത് ശരി. രാഘവ, ഞാൻ ചോദിച്ചിട്ട് സാറ് പറയുന്നില്ല. നീ തന്നെ സാറിനോട് ചോദിക്ക്. ഒന്ന് മയത്തി ചോദിച്ചാ മതി. അപ്പ സാറ് പറയും. എനിക്കൊരു എന്താ? ഒരു സെൻസേഷണൽ ന്യൂസിനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായ ഞാൻ വരണോ? വരണം. എവിടെ പോലീസ്? പോലീസ് പട്ടാളാണ്. എടാ, എന്റെ കൊങ്ങയെ കയറി പിടിച്ചപ്പേ ഞാൻ പ്ലീസ് പ്ലീസ് പറഞ്ഞതാ. വേദന കൊണ്ട് അത് പോലീസ് പോലീസായി പോയത്. എന്നാ തനിക്ക് നേരത്തെ പ്ലീസ് പ്ലീസ് പറഞ്ഞു വിളിച്ചൂടായിരുന്നു? നേരത്തെ വിളിക്കാടാ, ഫസ്റ്റ് അടിക്കുന്ന എന്റെ ബുദ്ധി മരവിച്ചു പോയില്ലേ. അത് വണ്ടേ മരവിച്ച് കിടക്കല്ലേ? ഐ ആം നോട്ട് എക്സാജറേറ്റിംഗ് സർ. അവര് 40 പേരുണ്ടായിരുന്നു. തലങ്ങനെയും വെലങ്ങനെയും നെടുകയും കുറുകയും ഒളിച്ചിരുന്നും അല്ലാതിരുന്നുള്ള ആക്രമണം. കയ്യിൽ വെട്ടുകത്തി, വടിവാള്, ചുരുട്ടുവാള്, പിന്നെ വളഞ്ഞിരിക്കുന്ന ഒരു വാളുണ്ടല്ലോ, എന്താ എന്റെ പേര് സാർ? അതെ, തുടങ്ങിയ മാരകായുധങ്ങൾ. അഭ്യാസികളാണ് അവർ ഓരോരുത്തരും. ഒടുവിൽ ഞാൻ കാവിലമ്മ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാടൻ മുറങ്ങ് പ്രയോഗിച്ചു. അതിൽ അവര് വീണു.
ആര്? താനോ? അല്ല അവര് പിന്നെ കണ്ണടച്ചോണ്ടുള്ളൊരു കീറലായിരുന്നു കീറി. അപ്പോ തന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് ആ കീറലിനിടയിൽ കിട്ടിയതായിരിക്കും. അല്ല ചേച്ചാ, ഇത് രാവിലെ വ്യായാമം എടുക്കുന്ന സമയത്ത് കാലൊന്ന് വഴുതി ഒരു ചെറിയ കീറൽ, അല്ല പോറൽ. തനിക്ക് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചൂടായിരുന്നോ? പോലീസ് വരുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് ക്ഷമയില്ല. അവർ ജീവനും കൊണ്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് ഓടി സാർ. അത് പോട്ടെ. ആരായിരുന്ന ഇൻഫോമർ? അതൊന്നും അറിയില്ല. ഒരു ഇൻഫർമേഷനും ഇല്ലാതെ കയറി വന്നുള്ള ഒരു ആക്രമണമായിരുന്നു എന്റെ നേർക്ക്. അതല്ലടോ, പട്ടര പിടിക്കാനായി തന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന ആ ഇൻഫോമർ ആരായിരുന്നെന്നാ ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് അവർക്കും അറിയേണ്ടിയിരുന്നത്. 3-4 പേര്, അല്ല 10-40 പേര് അടിച്ചെന്നെ ഈ പരുവത്തിലാക്കിയിട്ടും ഞാൻ ആ കാര്യം പറഞ്ഞില്ല. സാറിന്റെ വേല മനസ്സിലിരിക്കട്ടെ. തന്ത്രപൂർവ്വം എന്റെ ഇൻഫോർമർ ആരാണെന്നറിഞ്ഞ് അയാളിൽ നിന്നും എനിക്ക് കിട്ടേണ്ട വിവരങ്ങൾ തട്ടിയെടുത്ത് പല കേസുകളും പിടിച്ച് ക്രെഡിറ്റ് സ്വയം തട്ടിയെടുക്കാനുള്ള അടവ് നടപ്പില്ല. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. താൻ കേസ് എടുക്കയോ ക്രെഡിറ്റ് എടുക്കയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഈ പൊല്ലാപ്പിലൊന്നും ഞാനില്ല. ഇന്ന് രാത്രി മുതൽ എനിക്ക് ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്റെ ഈ ആഴ്ചത്തെ നൈറ്റ് ഡ്യൂട്ടി താനൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ? ചന്തക്കടവിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന ആ പയ്യന്റെ ആലോചന ജമീലേക്ക് വീണ്ടും വന്നു. എന്താ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലാത്തതെന്ന് അവര് ചോദിച്ചു. അതിനെന്താ ഉമ്മ, നമുക്ക് കൂട്ടായിട്ട് പൊക്കളെ പോയി ഫിക്സ് ചെയ്യുന്നൊന്നും അല്ലടാ പ്രശ്നം. 50 പവനും 1 ലക്ഷം രൂപയാ ശ്രീധരൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന ഇത്രയും രൂപ? ഒറ്റ മാർഗേ ഉള്ളൂ, അറ്റ കൈക്ക് ഈ വീട് വിൽക്കുക. അതൊന്നും വേണ്ടി വരില്ല. ദൈവം എന്തെങ്കിലും മാർഗം കാണിച്ചു തരാതിരിക്കില്ല. ജമീലേക്ക് ഒരാങ്ങള മാത്രമല്ലല്ലോ ഉള്ളത്. പണം ഉണ്ടാക്കാൻ നീ മാത്രം ബുദ്ധിമുട്ടണ്ട, ഞാനില്ലേ. എല്ലാം ശരിയാവൂടാ. എന്നാ സത്യത്തിൽ ഇപ്പൊ പൊര നിറഞ്ഞു നിൽക്കുന്ന അവളല്ല, നിങ്ങളാ. ഇപ്പോഴെങ്കിലും ഉമ്മയ്ക്ക് അത് പറയാൻ തോന്നിയല്ലോ. ജമീലയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ ഞാൻ കെട്ടും. നീ കെട്ടുവോ കെട്ടാതിരിക്കും എന്ത് വേണേ ചെയ്യും. മോനെ പോയി കളയരുത്, ഉമ്മ ചായ കൊണ്ടുവരാം. ഉമ്മ ചായയുടെ കൂടെ അവലീസ് കൊണ്ടോടെ എടുത്തോ. നിനക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. എന്ത് help? വല്ല പാലയിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഉള്ള ഏതെങ്കിലും റബ്ബറച്ചായന്റെ മന്ദബുദ്ധിയായ മകളെ നിനക്ക് വേണ്ടി ഞാൻ ആലോചിക്കാം. നല്ല പൂത്ത കാശ് കിട്ടും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ ഏതാണ്ട് നോക്കിയിരിക്കുക. എന്ത് നോക്കിന്ന്? ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ച എന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പെണ്ണെങ്ങനെ? പെണ്ണ് കൊള്ളാം, പക്ഷെ തന്ത മന്ദബുദ്ധിയാണോന്നൊരു ഡൗട്ട്. ഹലോ, ഞാനാ കറിയാച്ചൻ കൈചൂണ്ടി. ഞാനും അച്ചായ മേഴ്സിക്കുട്ടി. ഹലോ. എനിക്ക് അച്ചായനെ കാണാൻ കൊതിയായി. എനിക്ക് കൊതി തീരെയില്ല, ആർത്തിയാ, ആക്രാന്തമാ. നമുക്കൊന്ന് കൂടണ്ടേ? എപ്പോഴാ? നാളെ കാണാം. നമുക്ക് സീ വേവ്സ് ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, ഞാൻ വരാം. ഡാഡി? പള്ളിക്കാട് പ്രഭാകരനല്ല, ഇനിയിപ്പോ വള്ളക്കടവ് പാക്കരനാണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ കാശ് കറക്റ്റ് ആയിട്ട് കിട്ടണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ലോഡ് അവിടെ തന്നെ കിടക്കും. കല്ലടോ, ഈട്ടിയാ ഈട്ടി. ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ്. ഞാൻ പോവാ. മോള് മാരുതി എടുത്തോ. ഡ്രൈവർ ആക്വരം കുട്ടിക്കോ? മാരുതി പോവാം, പക്ഷെ രാഘവം വേണ്ട. അല്ലെങ്കിൽ ജോസൂട്ടിയെ വിളിച്ചോ? അതല്ലേ ഡാഡി, ആ, ഇന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം പ്ലീസ്. അത് വേണോ? വേണം. വേണ്ടെന്നാര് പറഞ്ഞു? പക്ഷേ ചെത്തരുത്. നോർമലായിട്ട് പയ്യെ പയ്യെ പോണം. ഓക്കെ ഡാഡി. ഓക്കേ. ബൈ. ആ, ഒരു ശല്യം പുറകെ കൂടിയിരിക്കുക. ഏത് ശല്യം? പൂവല ശല്യം. മനസ്സിലായില്ല. ഒരുത്തൻ പിന്നാലെ കൂടിയിട്ടുണ്ട്. എവിടെ പോയാലും അവന്റെ ഷേപ്പിലെസ് മോന്തയാണ് കാണുന്നത്. തന്തപ്പടി എന്തിനാ കൂടെ കയറി വന്നത്? കൊരങ്ങൻ. പിടിവിട് പിടിവിട്. ശ്ശോ, അവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആരാ? ആ ചെത്ത് പാർട്ടി. കൈചൂണ്ടി കറിയാച്ചന്റെ വണ്ടി ഫോളോ ചെയ്യാൻ മാത്രം ഈ ചെത്തുകാർ വളർന്നോ? ഡാഡി വഴക്കിനൊന്നും പോകണ്ട. ഇവരെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ വണ്ടി നിർത്തി. ഇന്ന് വല്ലതൊക്കെ നടക്കും. ഹലോ ഹലോ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താ മക്കളുടെ പേര്? ഞാൻ റോണി വിൻസൻ. ഇതെന്റെ ഫ്രണ്ട് ജമാൽ. നല്ല മതമൈത്രി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാൻ കറിയാച്ചൻ കൈചൂണ്ടി. ആര് കൈ ചൂണ്ടി? ഡേയ്, നീ കൈ ചൂണ്ടിയാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മൂത്തവരെ കൈ കൊണ്ടിരുന്നു. ഞാനങ്ങ് ചൂണ്ടിയില്ല. അങ്കിൾ, അവൻ കൈ ചൂണ്ടിയിട്ടില്ല. അങ്കിളിന് തോന്നിയതാ. അവനാ ടൈപ്പ് അല്ല അങ്കിൾ. ആണോ? ഏത് വകയിലടാ ഞാൻ നിന്റെ അങ്കിൾ? നിന്റെ അമ്മയുടെ ആങ്ങളെയാണോ ഞാൻ? എന്റെ പേരാ കൈചൂണ്ടി. കൈചൂണ്ടി പറമ്പിൽ സക്കറിയ മകൻ കറിയ. ഇതെന്റെ മോള് താരാ സക്കറിയ. ഹലോ, നമസ്തേ. അത്രയും മതി. ഓക്കെ. അപ്പോഴേ ഇതിവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഏത് പാവം കുഞ്ഞുങ്ങൾ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇനി എന്റെ മോളുടെ പിന്നാലെ ചുറ്റി നടന്നാൽ
കറിയാച്ചന്റെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും. എന്താ ഈ പറയുന്നത്? അങ്കിൾ ചൂടാവാതെ ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ, മനസ്സിലായില്ല അല്ലേ? നല്ല ചുട്ട അടി കിട്ടുമെന്ന്. അല്ല ഇത് കൊള്ളാലോ സാറേ, ഇത് പബ്ലിക് റോഡാ, രാജവീതിയൊന്നുമല്ല, രാജഭരണക്കാലത്തെ രാജകുമാരിയൊന്നും അല്ലല്ലോ ഇയാടെ മോള്. മോളെ ആരും കാണരുതെങ്കിലേ വീട്ടിലൊരു കണ്ണാടി കൂടെ ഉണ്ടാക്കി പൊന്നു മോളെ അതിനകത്തോണ്ടേ പ്രതിഷ്ഠിക്കും. വെറുതെ മനുഷ്യനെ മനസ്സിലായി മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നീ എന്തായി കാണിക്കുന്നത്? ഞാനെന്തോ എന്നാ നീ ജീവിപ്പായി കോംപ്രമൈസ് അങ്കിൾ. ഓക്കെ, എന്തോന്ന് പിന്നെ കാണാം. എന്തോന്ന് കോംപ്രമൈസ്? എടാ നിന്നൊക്കെ തല്ലാത്തതേ കൈ ചൂണ്ടി കറിയാച്ചൻ കൈ കാണുമെന്ന് വിചാരിച്ചിട്ടാ. ആ സർ, തന്നെ കണ്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ. എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ എഫിഷ്യന്റ് ആയതുകൊണ്ട് സാധാരണ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ആരും തരാറില്ല. ഇപ്പം തന്നു പോയി ക്ഷമിക്ക്. രാവിലെ ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. യെസ് സർ. ഓരോരുത്തന്റെ സമയം. പട്ടർ ഉറങ്ങിയോ? ഉറങ്ങിക്കോ. നല്ല ക്ഷീണം കാണും. നാളെ കോടതിയിൽ ഹാജരാകാനുള്ളതാണ്. ഞാനാ റോണി വിൻസെന്റ്. നമ്മുടെ 20 ലക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ പുതിയ ചില ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാ സാറിനെ മാത്രം അറിയിക്കാം. ശരി. വെക്കട്ടെ. അപ്പൊ പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. ഇല്ലില്ല, ഞാൻ ഏറ്റു. ഓക്കെ, ശരി. ആ യെല്ലോ ഷർട്ടുകാരൻ. Don't disturb, bloody fool. What nonsense you are talking? Sorry, sir. ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പട്ടര് ഇതുവരെ എണീറ്റില്ലേ? ഏത് പട്ടര്? എടോ തന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പട്ടര്. ഓ. രാവിലെ ആർക്കും കൊടുത്തോ? രാവിലെ അയക്ക് തൈരിശാദം വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടുന്നാ സർ തൈരിശാദം മേടിക്കാം? തൈരും പിന്നെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ കാണാതാകുക, അതും തന്റെ ഡ്യൂട്ടി സമയത്ത്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അതാണ് സാർ എനിക്ക് മനസ്സിലാകാത്തത്.
ഇവിടെ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എപ്പോഴാ പട്ടരെ അവസാനമായി കണ്ടത്? 1900 സർ, ഞാൻ ഡ്യൂട്ടി അരവിന്ദാക്ഷൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ പട്ടർ സെല്ലിലുണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അയാളെ ക്വസ്റ്റ്യൻ ചെയ്താ. സർ, ഡിപ്പാർട്ട്മെന്റിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഞാൻ അല്പം സ്മാർട്ടായി പോയി എന്ന കാരണത്താൽ അസൂയ പൂണ്ട ചില കുബുദ്ധികൾ എനിക്ക് നേരെ പാരവെക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പട്ടരുടെ തിരോധാനം എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി മിസ്സായതും പോരാ, വിഡ്ഢിത്തം പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ കാണാതായ പ്രതിയെ കണ്ടുപിടിച്ച് ഇവിടെ വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എനിക്കെതിരെ ഏതോ നയവഞ്ചകരുടെ ഗൂഢാലോചന. അരവിന്ദാക്ഷൻ, യു മേ ഗോ. സർ, വസ്തുനിഷ്ഠമായി ഔട്ട്. സർ. കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള ഒരാളെ രക്ഷപ്പെടുത്തുന്നതിൽ എളുപ്പം കൊല്ലുകയാണ്. കസ്റ്റംസുകാർ എത്ര ചോദിച്ചിട്ടും താനൊന്നും പറയാത്തതുകൊണ്ട് മാത്രമാണ് താനിപ്പോഴും ജീവനോടിരിക്കുന്നത്. മനസ്സിലായോ? അവരുപദ്രവിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ മോനെ കുറിച്ച് ഓർത്തത്. അനന്തുവിനെ എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? 1 കോടി രൂപയുടെ സാധനം തൊലച്ചിട്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു മകൻ. വിവരം കിട്ടുമ്പോ അറിയിക്കാം. പാസ്പോർട്ടിൽ കള്ള അഡ്രസ് ആയതുകൊണ്ട് കസ്റ്റംസുകാർ അന്വേഷിച്ച് തന്റെ വീട്ടിലേക്കൊന്നും വരില്ല. താൻ അവരുടെ വായി ചെന്ന് ചാടായിരുന്നാ മതി. ഇല്ല സർ, വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. എന്റെ മോൻ. തന്റെ മോനെ എവിടെ ഉണ്ടെങ്കിലും തപ്പിത്തരാ. അന്വേഷിക്കുന്നുണ്ട്. വരട്ടെ. അതല്ലേ. അയാളെ കൊണ്ട് ഇനിയും പ്രയോജനമുണ്ട്. ലെറ്റ് us wait and see. അച്ഛൻ ഇതുവരെ എവിടെയായിരുന്നു? കാണാൻ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. യാത്രയായിരുന്നു മോളെ. നമ്മുടെ അനന്തുവിനെ കുറിച്ച് ഇനിയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? രാത്രി ഗുളിക കഴിച്ച് കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോ മോനെ ഓരോ പിച്ചും പേയും പറയുക. അനന്തേട്ടനെ കുറിച്ചായിരുന്നു എല്ലാം. 2 ദിവസമായിട്ട് ഇത്തിരി കൂടുതലാ. സാവിത്രി, അനന്തു വന്നു അല്ലേ? എനിക്കറിയായിരുന്നു എന്റെ അനന്തു വരുമെന്ന്. നാളെ ചിങ്ങപ്പിറപ്പിന് കാവിൽ പുഷ്പാഞ്ജലി നടത്താൻ. അയ്യോ, എന്റെ മോൻ വല്ലതും കഴിച്ചോ എന്തോ? അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛനും മോനും തമ്മിലുള്ള കുശലം പറച്ചിലൊക്കെ നാളെ മതി. 7:30 വെളുപ്പിന് അവന് കാവിൽ തൊഴേണ്ടതാ. നാരായണ, എന്റെ അനന്തുവിനെ രക്ഷിക്കണേ. മോനെ ആനന്ദു. അമ്മേ. മോളെ, വിഷ്ണു കൊല്ലപ്പെട്ടിട്ട് ഈ വെള്ളിയാഴ്ച 1 ആണ്ട് തികയുന്നു. തിരുനാവായയിൽ വിഷ്ണുവിന്റെ ബലിയിടാൻ അച്ഛൻ എല്ലാവരെയും കൊണ്ടുപോകാം. ഇനി അതൊക്കെയല്ലേ നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റൂ. മരുമകനാണെങ്കിലും അവൻ എനിക്ക് മകനെ പോലെയായിരുന്നു. ഈ വീടിന്റെ വിളക്ക് കരിന്തിരി കത്താൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ദുരന്തങ്ങളുടെയും വേദനകളുടെയും ശപിക്കപ്പെട്ട 1 വർഷം. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മോനെ അച്ഛൻ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ആയത്. ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് മോനെ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അച്ഛൻ നീ മാപ്പ് തരില്ല അനന്തു, മാപ്പ് തരില്ല അനന്തു. മാപ്പ് തന്നു എന്ന് പറ മോനെ. പട്ടരുടെ പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാ. അടികൊള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട് എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടരെ തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടരെ കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാതെ എന്റെ പടവാളിൽ ഒരു പരസ്യം കൊടുത്താലോ? ഒരു 1000 മണീസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ ഞാൻ കൊടുത്ത് താങ്ങാം. ആട്ടെ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചെന്നാലും എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര് പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രയ്ക്ക് സർക്കുലേഷനായി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി 2. മുറി ഉണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കണം. സോറി സർ. സോറി. എനിക്കതല്ല, എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ
ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാരമടങ്ങ് അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? അതിലല്ല സാർ പടവാൾ. നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്റ്റീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു, പ്രശ്നം സോൾവ്. ഒരു 50 റുപ്പീസ് ഉണ്ടോ കൺവീൻസ് ആയിട്ട്? സാർ സാർ വിഷമായി തിന്നാൻ പോലും 5 പൈസ കയ്യിലില്ല സാർ. പ്ലീസ് എന്നെ സഹായിക്കണം സാർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാൻ എനിക്ക് പൈസ ഞാൻ തരാം. സാർ വയ്ക്കും. നാണമില്ലല്ലോ 50 രൂപ ചീറ്റിപ്പോയല്ലേ? എടാ നിന്റെ മുതലാളി എവിടെ പോയി കിടക്കുക? എന്റെ വിശ്വ പടവാള് പോലുള്ള ഒരു ഡൂക്ലി പത്രത്തിന് അങ്ങൊരു പരസ്യം തരൂല. അത് ഞാൻ നോക്കിക്കോളാം കേട്ടാ. അങ്ങേരെ കണ്ട് ഒരു പരസ്യം ഒപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഉദിക്കൂ. അതിന് വിളിക്കും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുറച്ചു മുമ്പ് അലക്സ് എന്ന ആളെ അന്വേഷിച്ച് റൂമിലേക്ക് പോയപ്പോ. ഒരൊറ്റയടി. ആ, അന്ന് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്ടിൽ വന്ന ഡിറ്റക്റ്റീവ്. സാർ സാർ 1 മണിക്കൂർ അല്ല 1 മിനിറ്റ്. ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞതാണല്ലേ? അറിയാം. ഇൻവെസ്റ്റിഗേഷൻ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഈ നാട്ടിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ നിന്നും ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. സാർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ സാറിന് ചില രഹസ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും കേസ് പിടിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അരവിന്ദാക്ഷൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളല്ലേ? സാറിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ എന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. ഓൺ ദ വേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, ഗർജിക്കുന്ന പടവാൾ പത്രത്തിന്റെ ആൾ ഇൻ ആൾ. തൽക്കാലം ഇന്റർവ്യൂ ഒന്നും വേണ്ട. അതെന്താ? ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ രഹസ്യമായ അന്വേഷണം നടത്തുന്ന, അത് പരസ്യമാക്കാൻ പാടില്ല. അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. കറക്റ്റ്. അത് എന്നെ പോലെ വിവരമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. ഞാൻ വിക്രമൻ, ഹോട്ടൽ സീവേഴ്സിന്റെ ഓണർ. ഹലോ. ആര്? ഓണർ നിർത്തിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റ്. അയ്യേ. അത് പോട്ടെ. പിന്നെ അരവിന്ദാക്ഷൻ സാറിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചിരിക്കാം. ഓ, ഒരു റിവാർഡിന്റെ കാര്യത്തിനായിരിക്കും. പുള്ളിയുടെ കെയർ ഓഫിൽ സർക്കാരിൽ നിന്ന് എനിക്കൊരു 20 lakhs rupees കിട്ടാനുണ്ട്. 20 lakhs? അതെ. 20 lakhs എന്ന് പറയുമ്പോ എത്ര കോടി രൂപയാ? വിട് വിട് വിട്. ആരാ പോയ പാർട്ടി? എക്സ്പോർട്ടർ കറിയാച്ചൻ, കൈ ചൂണ്ടിക്കറിയാച്ചൻ, റൂം നമ്പർ 303. പടവാളുള്ള പത്രത്തിനൊന്നും ഇന്റർവ്യൂ വരൂല. കാണുന്ന പോലെയൊന്നും അല്ല. ഡീസന്റ് പാർട്ടി സാർ. പോടെ. അയാളുടെ കൂടെ പോയതാരാണ്? അയാളുടെ ഭാര്യ. ഭാര്യയോ? അയാളുടെ ഭാര്യ വെച്ചിട്ട് 10 വർഷമായി. ഇത് കേസ് വേറെയാണല്ലോ. വാട്ട് എ സെൻസേഷൻ ന്യൂസ്. ഹോട്ടൽ സീവേഴ്സിൽ വ്യവസായ പ്രമുഖനായ കൈചൂണ്ടിക്കറിയാച്ചന്റെ രതിലീലകൾ. നാളെ എന്റെ പത്രം 500 കോപ്പി എക്സ്ട്രാ ചിലവാകും. എന്റെ ജോലിയായിരിക്കും. ജോലി തെറിക്കട്ടെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്യണം. എന്റെ ജോലി. ഒരു യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ആത്മാർത്ഥമായ കടമയാണ് പത്രപ്രവർത്തനത്തിലുള്ള സത്യസന്ധത. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം. മുഖം നോക്കാതെ എന്തും തുറന്നെഴുതുന്ന കരുത്തനായ ആദർശധീരനായ ഒരു പത്രാധിപരാണെന്ന്. വിവരമുള്ളവർ പറയുന്നത് കേട്ട് പഠിക്കണേ. ചേട്ടൻ വാ, കാര്യമുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ ജോലി മുതലാളിയോട് പറഞ്ഞ് പരസ്യം ഞാൻ ശരിയാക്കി. ആദ്യം ഈ പരസ്യം ശരിയാവട്ടെ, എന്നിട്ട് മതി മറ്റേ പരസ്യം കേട്ടാ. സാർ, ചായ. ചായയോ? ഞാൻ ചായ ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. എന്നാലും ഒരു ചായ കുടിക്കണം സാർ. എന്നാലും ചായയോ? ആരുടെ ഇവിടുത്തെ എന്നാലും ചായ? അത് കൊള്ളാമല്ലോ. മനുഷ്യൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാ. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ഇവന്മാരൊരു ചായ. നീ എന്താ ഇവിടെ? കാര്യമുണ്ട്, പറയാം. എന്ത് കാര്യം? എന്നോട് കാര്യം ഒരു സിംഗിളടി ബഹളം ഉണ്ടാക്കാതെ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ഡബിൾ അടി. എന്റെ നെഞ്ചത്തിന് കാര്യം. സ്മൈൽ. എന്ത് ഫോട്ടോഗ്രാഫർ? എന്തോ എടാ, നീ എന്ത് തെമ്മാടിത്തരമാണ് ഈ കാര്യം? ബഹളം ഉണ്ടാക്കരുത്. പോലീസ് വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. പോലീസോ? അതെ, പോലീസ്. എവിടെ? പോലീസല്ല, താഴേന്ന് ബഹളം കേട്ടാ ഞാൻ ഓടി വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ റൂം ഒന്ന് ഒഴിഞ്ഞു തരണം. എന്റെ ജോലി പോകുന്ന കേസാ. എടാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഇദ്ദേഹം പടവാൾ പത്രത്തിൽ
നാളത്തെ പടവാൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ഒരു ന്യൂസ് ഉണ്ടാവും. ചതിക്കരുത് ചതിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. എന്റെ മാനം പോകും. പ്ലീസ്. ഞാനുള്ളവനല്ലേ മാനോ? ഞാൻ കാല് പിടിക്കാം. എഴുന്നേൽക്കണം. ഒന്നുമില്ലെങ്കിലും താരാ സെക്രട്ടറിയുടെ ഫാദർ അല്ലേ, വഴിയുണ്ടാക്കാം. ഒന്നും വന്നേ. എന്തിനാ എന്തിനാണ് അത് ശരിയാവത്തില്ലെന്ന്? എന്തിനാ ഇന്ത്യ ചതിക്കരുത്. സർക്കുലേഷനുള്ള പേപ്പറാണ്. എന്ത് കുഴപ്പം? ആകെ കൂടെ കുളമാവും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒന്നും പറയണ്ട. ഏറ്റോ ഏറ്റല്ലോ. എന്തോ തെറ്റുന്നേ? ഏക്കാതെ എന്ത് ചെയ്യും? ബാക്കി കാര്യം ഞാൻ പറയാം. ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് ഞാനൊരു ഗംഭീര പാർട്ടി തരും. കാശ് അങ്കിൾ തരും. അതെല്ലാം കൊള്ളാം, പക്ഷെ ഈ ഹോട്ടൽ വെച്ച് വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ഹോട്ടൽ വെച്ച് ഓക്കെ.